നോക്കിയേ, അങ്ങൊരു ബീച്ച് കാണുന്നില്ല എല്ലാവരും? അങ്ങോട്ട് നോക്ക്, അതാണ് മനില ബേ ഇവിടുത്തെ. അത് പുതിയ ഒരു ആർട്ടിഫിഷ്യൽ ബീച്ചാണ്. ഒരു 3-4 കൊല്ലമായിട്ട് ആർട്ടിഫിഷ്യൽ ആക്കിയിട്ടുള്ളൊരു ബീച്ചാണത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, പോവാ. ഹലോ, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മളിവിടെ മനില ബേൻ്റെ മുന്നിലെത്തിയിട്ടാണ് ഉള്ളത്. ഉള്ളിൽ കയറിയിട്ടില്ല, കയറാൻ പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ എൻട്രൻസ് ആണിത്. മനില ബേ വാക്ക് ഡോളോമൈറ്റ് ബീച്ച്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. സൂപ്പർ വ്യൂ ആണ് കാണാനുള്ളത്. നല്ല വെയില്. ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയൊരു ബീച്ചാണ്. ആദ്യമൊന്നും ഇതിവിടെ ഇല്ല, 3-4 കൊല്ലമായിട്ട് ഉണ്ടാക്കിയതാണ്. സാധാരണ നമ്മളെ നാട്ടിലുള്ള ബീച്ചിലുള്ള പൊടി പോലത്തതല്ല. അന്നേരം വേറെ തന്നെ ഒരു ചെറിയ കഷ്ണ കല്ലുകളാണ്. അപ്പോൾ ഈ ഇതുപോലത്തെ കല്ലുകൾ കൊണ്ടുപോയിട്ട് ഇവിടെ ഫുള്ള് നിറച്ചിട്ടാണ് ഇങ്ങനെ ബീച്ചാക്കി എടുത്തത്. നല്ല സുഖമുള്ള കാറ്റ്. അതങ്ങ് ബിർച്ച് ടവർ എഴുതിയ ബിൽഡിങ്, നമ്മളെ ഫ്ലാറ്റുള്ള ബിൽഡിങ്ങാണ് ആ കാണുന്നത്. ആ ബാൽക്കണിന്നാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ കുറച്ചൊരു 10 മിനിറ്റ് ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് നടന്ന് ഇവിടെ എത്തി. മനോഹരമായ കാഴ്ച. ഹായ്. നമ്മളെ നാട്ടിലെ പോലത്തെ ബീച്ചിലുള്ള പോലത്തെ പൂഴിയെ ഇവിടെ കാണാനില്ല. കുറച്ച് വലിയ കല്ലുകളും
ഓ മിസ് ഓ വൺ മോർ പ്ലീസ് ജംപ്. ഞാനത് നേരത്തെ പിടിച്ചത് കിട്ടിയിട്ടില്ല. പ്ലീസ്. ആ ഓക്കെ. ആ യുവർ നെയിം? Darvisa. Your? Almira. Okay, nice name. അപ്പോൾ ചുറ്റും ചുറ്റും കടൽ എന്ന് പറയുന്നത് തെങ്ങുണ്ട്, നിറച്ച് വെച്ച് പിടിപ്പിച്ചിട്ട് സൈഡിലെല്ലാം. പിന്നെ ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ ബീച്ചിലേക്ക് കുറേ 5-6 കിലോമീറ്റർ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ ഉള്ളിലോട്ട് പോയിട്ടല്ലേ ബീച്ച് ഉണ്ടാവാ. ഇവിടെ ഇതങ്ങനെയല്ല. ഈ ബീച്ചിൻ്റെ പ്രത്യേകത ഇതും കൂടിയാണ്. ജസ്റ്റ് റോഡിൽ നിന്ന് കയറുന്നത് തന്നെ ബീച്ചിലേക്കാണ്. അപ്പോൾ നിറച്ച് ബിൽഡിങ്ങുകളും ചുറ്റും ഉണ്ട്. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ താമസിക്കുന്നവർക്കെല്ലാം നല്ല കാറ്റും നല്ല തണുപ്പെല്ലായിട്ട് നല്ല സുഖമാണ്. ചൂടങ്ങനെ അറിയേയില്ല. അതുപോലെ തന്നെയാണ് നമ്മളുള്ള ബിൽഡിങ്ങിൻ്റെ ഭാഗത്തും അങ്ങനെ നല്ല തണുപ്പൊക്കെ വരുന്നതുകൊണ്ട് നല്ല സുഖമാണ്. അപ്പോൾ നല്ല മൊഞ്ചായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ തെങ്ങുണ്ട് പല ഭാഗങ്ങളിലായിട്ട്. ഇതൊരു സൈഡിൽ ഒരു ഭംഗിക്ക് വെച്ച് പിടിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി സ്ഥലങ്ങളിലും തെങ്ങുകൾ ഇവിടെ യാത്രയെല്ലാം ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ കാണാം. കടലും തെങ്ങും ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തേങ്ങയും മീനും നല്ല ഇഷ്ടമായിട്ട് സുലഭമായിട്ട് കിട്ടും. അപ്പം നല്ല മൊഞ്ചത്തി ബീച്ചിൽ നിന്ന് തന്നെ പറയുക. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാഴ്ചയായിട്ടാണ് നമ്മൾ കാണുന്നത്. ചുറ്റും ബിൽഡിങ്ങും തെങ്ങും അതിൻ്റെ അടുത്ത് തന്നെ ബീച്ചും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഒന്ന് വന്നിരിക്കാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനെല്ലാം പറ്റിയ നല്ല സ്ഥലം. നല്ല ഉഷാറായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ബീച്ച്. ഹലോ ബൈ. ഓർക്ക് ചിരി തന്നെ. 2 ചങ്ങായിമാർ നല്ല ഉഷാറായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. വെയിലൊക്കെ പോയി വേറെ തന്നൊരു കളറ് ലൈറ്റായി. ആ ഉദിപ്പും വെയിലും പോയപ്പോൾ ക്ലൗഡ്സ് നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട്.
വെയിൽ പോയതിൻ്റെ കൂടെ കുറച്ച് പിന്നെ ഈ സൂര്യൻ ഉദിച്ച് വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് നല്ല ഭംഗിയായി കാണാൻ. Alaikum assalam. Hi, how are you? Fine, madam. Fine. Where you from? India. India? Aywa. Aywa. Hi. Hey. From India. What's your name, madam? My name is Sajida. Sajida. Beautiful, madam. Beautiful? Yeah. Thank you. I'm Maria. Maria. Marfe. Marfe. Okay. You vacation here? You vacation here? No, yeah. Oh. No, my husband working here. From here? Filipino? Filipino? No, India. Aywa. Working here. Aywa. Mashallah. Okay. All my friends. All my friends. Okay. ഇതാ ഈ കല്ല് ഇവിടെ ഉണ്ടാക്കി വെച്ച് ഇതൊരു കല്ലിന്റെ ഒരു കഷ്ണം, ഒരു വലിയൊരു കല്ലാണിത്. ഈ കല്ല് പൊട്ടിച്ചിട്ടാണ് ഈ ബീച്ച് ഇവിടെ ഉണ്ടാക്കി വെച്ചത്. ഡോളോമൈറ്റ് ബീച്ച് എന്നാ പറയാ. ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കല്ല് പൊട്ടിച്ച കല്ലിന്റെ ഒരു ഭാഗം ഇവിടെ ഫ്രെയിം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കല്ല് പൊട്ടിച്ചിട്ടാണ് ഈ ബീച്ച് ഉണ്ടാക്കിയത്. ഇതാ ഇതിന്റെ മുന്നേ, ഇത് ബീച്ച് ആകുന്നതിന്റെ മുന്നേ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ബിഫോർ ആഫ്റ്റർ മനില ബേ ഉണ്ടാക്കിയതിന് ശേഷം. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ കല്ല് പൊട്ടിച്ചിട്ട് ചെറിയ കല്ലാക്കി ഫുള്ള് ബീച്ച് ഉണ്ടാക്കി. അല്ലാതെ നാച്ചുറലായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മളെ പൂഴിയാണല്ലോ ഉണ്ടാവുക, അതില്ല. ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ. സൂര്യനെല്ലാം പോയി, കളറെല്ലാം മാറി. ചുവപ്പും വൈറ്റും ബ്ലാക്കും ബ്ലൂവും ഓറഞ്ചും മഞ്ഞയും സ്കൈ ബ്ലൂ എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കളറ്. നല്ല ആശ്വാസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ.
ദാഹം. ഉള്ളിലേക്ക് വെള്ളമൊന്നും കടത്തി വിടുകയില്ല. ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി കുടിക്കേലും. ഹായ് ഹായ്. ഹലോ. All are black. Huh? Ranger. Thank you so much. Dito na yung tangga. Nakakasigurado kung pila yung drinking water. Water. Okay. One glass. How much? 20. 20. No ice cubes. no ice. ഇളനീർ ജ്യൂസ്. ഉള്ളിലേക്ക് കൊണ്ടുപോകാനും വിടൂല. നല്ല തണുത്ത കുടിച്ചപ്പോൾ നല്ല ആശ്വാസം. പുറത്തുനിന്ന് കുടിച്ചിട്ട് കയറണം. തണുത്ത കുടിച്ച് നല്ല സമാധാനം. അയ്യോ സൺസെറ്റ്. ഇത്ര സമയവും മഴക്കാറും മേഘത്തിൻ്റെ ഉള്ളിലേനു സണ്ണുള്ളത്. ഒന്നും കൂടെ തണുത്ത കുടിച്ച് തിരിയുമ്പോഴത്തേക്ക് സണ്ണ് വന്ന് താഴാനായിപ്പോയി. എന്നാലും കുറച്ച് കിട്ടി. അപ്പോൾ സൺസെറ്റായി. അപ്പോൾ നമ്മളെ ഈ മനില ബേ ബീച്ചിലെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത്
കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ വ്ളോഗ് ഇതുവരെ കാണാത്ത പുതുതായി കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്നാൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം അല്ലേ? എന്നാൽ ശരി, ഓക്കെ, ബൈ. നല്ലൊരു വ്യൂ ആയിട്ട് മണില ബേ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ മേലെ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് ഇപ്പം മേലെയാണുള്ളത്. നല്ലൊരു ഫുള്ള് വ്യൂ ആയിട്ട് കിട്ടണം എന്നാണ്. കാണുന്നത്ര ക്ലിയർ ആയിട്ട് കിട്ടുമോ എന്നറിയില്ല വീഡിയോയിൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. ഇതൊരു ഭാഗത്തൂട്ട വെളുത്തും മറ്റേ ഭാഗത്തൂട്ട പോക്കുക. പാലത്തിൻ്റെ പാലമല്ല, one minute. Okay, okay, okay. Okay, thank you. ഫുള്ള് റോഡും കടലും വാഹനങ്ങളും ബീച്ചും എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഏകദേശം ഇരുടായി, മഗ്‌രിബിൻ്റെ സമയമായി. അപ്പം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിയാ. ഇമ്മ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ക്രോസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. എന്നാൽ ശരി, ഓക്കേ.